Hi, hello, welcome to my channel. Today we will be discussing regarding the chapter Hospital Administration and General Management Part 2. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് പഠിച്ചു. ഇനി നമ്മൾ ജനറൽ മാനേജ്മെന്റിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഇതിനകത്ത് ഫസ്റ്റ് നമുക്ക് മാനേജ്മെന്റ് എന്താണെന്ന് നോക്കാം. Management is a process of planning, organizing, leading, and controlling resources such as people, money, materials, and time to achieve specific goals effectively and efficiently. ഇതെന്താ പറയുന്നതിനകത്ത്? അതായത് ഇതിനകത്ത് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് അല്ലേ? നമുക്ക് ഒരു ഗോൾ ഉണ്ടായിരിക്കും, ഈ ഗോൾ അറ്റൈൻ ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നമ്മളൊരു പ്രോസസ്സ് വഴി ആണിത് ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്? റിസോഴ്സസ് ആണ് ഉപയോഗിക്കുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗോൾ അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലുള്ള റിസോഴ്സസിനെ ഉപയോഗിച്ച് നമ്മൾ ഒരു പ്രോസസ്സ് അപ്ലൈ ചെയ്ത് ഇത് നേടുന്നതിനെയാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പ്ലാനിങ്, ഓർഗനൈസിങ്, ലീഡിങ്, കൺട്രോളിങ് എന്നുള്ള കാര്യങ്ങൾ റിസോഴ്സസ് വഴി ഉപയോഗിച്ച് നമ്മൾ നമ്മുടെ ഗോൾസിന് അറ്റൈൻ ചെയ്യുന്ന പരിപാടിക്കാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഗോൾ അറ്റൈൻ ചെയ്യണം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആ ഗോള് എങ്ങനെ അറ്റൈൻ ചെയ്യാം എന്നൊരു പ്ലാനിങ് അങ്ങോട്ട് നടത്തും അല്ലേ? ഈ ഒരു രീതിയിൽ നമുക്കിത് അറ്റൈൻ ചെയ്യാം എന്ന് നമ്മൾ അങ്ങോട്ട് ഒരു സ്ട്രക്ചർ അങ്ങോട്ട് ഉണ്ടാക്കും അല്ലേ? ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു തിങ്കിങ് അല്ലെ, ഒരു ഐഡിയ നമ്മൾ ഫോം ചെയ്യും. ആ ഒരു ഐഡിയ ഫോർമേഷൻ പ്ലാനിങ് എന്ന് പറയുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇതിന് ഈ പാറ്റേൺ അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും അല്ലേ? ഇന്ന പോലെ ചെയ്യണം, ഇന്ന പോലെ ചെയ്യണം, ഇതിന് ഇത്ര പീപ്പിൾ വേണം, അല്ലെങ്കിൽ ഇതിന് ഇത്ര ഇൻഫർമേഷൻ വേണം, അല്ലെങ്കിൽ ഇത്ര സാധനങ്ങൾ വേണം എന്നൊക്കെ നമ്മൾ തീരുമാനിക്കും, അല്ലെങ്കിൽ ഇത്ര ബഡ്ജറ്റ് വേണം, അങ്ങനെയൊക്കെ വെച്ച് നമ്മൾ ഓർഗനൈസ് ചെയ്യും. എന്നിട്ട് ഇതിന് ലീഡിങ് ആൻഡ് കൺട്രോളിങ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, നമുക്ക് ഇത് അറ്റൈൻ ചെയ്യാൻ വേണ്ടി നമുക്ക് റിസോഴ്സസ് ഒക്കെ വേണം. നമ്മൾ സ്റ്റാഫ്, അപ്പൊ ഈ ഇത്ര സ്റ്റാഫിന് ഈ ജോലി ചെയ്യുന്ന സ്റ്റാഫ് ഇത്ര പേര് വേണം, ഇന്ന ജോലി ചെയ്യുന്ന സ്റ്റാഫ് ഇത്ര പേര് വേണം. അങ്ങനെ സ്റ്റാഫിനെയൊക്കെ നമ്മൾ അലോട്ട് ചെയ്ത് അവർ ചെയ്യുന്ന ജോലി നമ്മൾ നോക്കി കൺട്രോൾ ചെയ്ത് കോർഡിനേറ്റ് ചെയ്ത് നമ്മൾ ആ ഗോളിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഈ സെന്റൻസിൽ പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? നെക്സ്റ്റ് വൺ, ഇറ്റ് ഇൻവോൾവ്സ് മേക്കിംഗ് ഡിസിഷൻസ്, solving problems and guiding activities in a way that ensures optimal performance and growth. അതായത് ഇതിനകത്ത് മെയിൻലി ഡിസിഷൻസ് എടുക്കുന്നുണ്ട് അല്ലേ? വലിയ വലിയ തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. കറക്റ്റ് ഡിസിഷൻസ് കറക്റ്റ് ടൈമിൽ എടുക്കണം അല്ലേ? പിന്നെ അതുപോലെ പല പല പ്രതിസന്ധികൾ ഹോസ്പിറ്റലിൽ വരാൻ സാധ്യതയുണ്ട് അല്ലേ? അപ്പം അത് നോക്കി അതിന് സോൾവ് ചെയ്യണം അല്ലേ? പിന്നെ അതുപോലെ ഗൈഡിങ് ആക്ടിവിറ്റീസ് അല്ലേ? അതിന് നമ്മുടെ ഹെൽത്ത് കെയർ പ്രോപ്പറായിട്ട് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോപ്പറായിട്ടുള്ള ഗൈഡിങ് ആക്ടിവിറ്റീസ് ചെയ്യണം. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്താണ്? ഇപ്പം ചിലപ്പോൾ നമുക്ക് ഗൈഡിങ് ആക്ടിവിറ്റീസ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കിപ്പം സ്റ്റാഫ് ഉണ്ടാവും, സ്റ്റാഫിന് പ്രോപ്പർ ട്രെയിനിങ് ഒക്കെ കൊടുക്കേണ്ടി വരും. അപ്പം ഈ വക കാര്യങ്ങൾ, പിന്നെ പ്രോബ്ലം സോൾവിങ്, ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ ഹോസ്പിറ്റലിൽ നടത്തുന്ന സമയത്ത് ഒരുപാട് ഹിൻഡ്രൻസ് വരാൻ സാധ്യതയുണ്ട് അല്ലെ? ഒരുപാട് പ്രോബ്ലംസ് വരാൻ സാധ്യതയുണ്ട്. പലപ്പോഴും പല പല കേസസ്, ചിലപ്പം ചില പ്രശ്നങ്ങൾ, അതായത് എന്തൊക്കെയാണ്, ഇപ്പം ചിലപ്പം ആരുടെയെങ്കിലും നെഗ്ലിജൻസ് കൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാനോ, അല്ലെങ്കിൽ സ്റ്റാഫ് ഷോർട്ടേജോ, അല്ലെങ്കിൽ ചിലർ തമ്മിലുള്ള ഫൈറ്റോ, പിന്നെ ചിലപ്പം നമുക്ക് പ്രോപ്പറായിട്ട് മെഡിസിൻസ് കിട്ടാതെ വരികയോ, അങ്ങനെയൊക്കെ പല തരത്തിലുള്ള ഷോർട്ടേജോ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരും അല്ലേ? ചിലപ്പോൾ ഇൻഫ്രാസ്ട്രക്ചറിലുള്ള ഷോർട്ടേജോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ഇതെല്ലാം നമുക്ക് പ്രോപ്പറായിട്ട് സോൾവ് ചെയ്ത് ഇത് ഈ ഒരു ഓർഗനൈസേഷൻ്റെ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ സിസ്റ്റത്തിൻ്റെ ഒരു ഒപ്റ്റിമൽ പെർഫോമൻസ് ആൻഡ് ഗ്രോത്ത് നമുക്ക് കൊണ്ടുവരണം. അപ്പം അതാണ് ഇതിനകത്ത് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനേജേഴ്സ് പ്ലേ എ വൈറ്റൽ റോൾ ഇൻ അലൈനിങ് ഇൻഡിവിജ്വൽ എഫേർട്സ് വിത്ത് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് എൻഷുറിങ് ദ സ്മൂത്ത് ഫങ്ഷനിങ് ഓഫ് ഓപ്പറേഷൻസ്. എന്താ ഈ പറയുന്നത്? ഇതിനകത്ത് വെച്ചാൽ നമുക്ക് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് റിസോഴ്സസ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പം ആ റിസോഴ്സസിൽ ഒരു കാര്യമാണ് ഇൻഡിവിജ്വൽ എഫേർട്സ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇൻഡിവിജ്വൽ എഫേർട്സ് എടുക്കുന്നുണ്ടെങ്കിൽ അവരുടെ എഫേർട്സ് ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് പോകണം അല്ലേ? അതുമായിട്ട് ലിങ്ക് ചെയ്ത് പോകുന്ന രീതിയിൽ അവരെ മോട്ടിവേറ്റ് ചെയ്യുകയും അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുകയും കോർഡിനേറ്റ് ചെയ്ത് ചെയ്യേണ്ടി വരും. അപ്പം ഇത് ഈ ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യുന്ന ഡയറക്ഷനിലായിരിക്കും ഇവരുടെ പെർഫോമൻസ്. അപ്പം അങ്ങനെയാണെങ്കിൽ മാത്രമേ ഒരു സ്മൂത്ത് ഫങ്ഷനിങ് ഓഫ് ഓപ്പറേഷൻസ് നടക്കുള്ളൂ അല്ലേ? അത്രയേ ഉള്ളൂ അതിനകത്ത് പറയുന്നത്. അടുത്തത്
In total management, management is both a science relying on principles and methods and an art requiring skills, creativity and leadership. അതായത് മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പറയുന്നത്, അതൊരു സയൻസ് ആണ് അല്ലെ. കുറെ പ്രിൻസിപ്പിൾസ് ഉണ്ട്, മെത്തേഡ്സ് ഉണ്ട്, ഇന്ന കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു കാര്യമാണെന്ന് നമ്മൾ പറയുന്നുണ്ട്. അതുപോലെ അതെന്താണ്, അതൊരു ആർട്ടും കൂടിയാണ്. എങ്ങനെയാണ് ആർട്ടാവുന്നത്? സ്കില്ല് വേണം അല്ലെ. പ്രോപ്പർ ഓരോ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതാത് സ്കില്ലുള്ള ആൾക്കാർക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. പലതരത്തിലുള്ള ആൾക്കാർ അവിടെ ജോബ് ചെയ്യുന്നുണ്ട്. ഡോക്ടേഴ്സ് ഉണ്ട്, നഴ്സസ് ഉണ്ട് അല്ലെ, ലാബിലുള്ള ടെക്നീഷ്യൻസ് ഉണ്ട്, ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതാത് സ്കില്ലുള്ള ആൾക്കാർ വേണം വർക്ക് ചെയ്യാൻ വേണ്ടി. ക്രിയേറ്റിവിറ്റി, പുതിയ പുതിയ ഐഡിയാസ് കൊണ്ടുവരിക, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ലീഡർഷിപ്പ്, ഒബ്വിയസ്ലി ലീഡർഷിപ്പ് വേണം അല്ലെ. ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലീഡർഷിപ്പ് വേണം. ഈ കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് ഒരു ഇൻട്രൊഡക്ടറി പാർട്ടായിട്ട് പറയുന്നത്. ഓക്കെ. Definition. Management is to forecast, to plan, to organize, to command, to coordinate and control activities of others by Henry Fayol. അപ്പോൾ ഹെൻറി ഫയോൾ എന്താണ് പറയുന്നത്? മാനേജ്മെൻറ്റിനെ നമുക്ക് ഡിഫൈൻ ചെയ്ത് തരുന്നത് ഫോർകാസ്റ്റ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്, പ്ലാൻ ചെയ്യണം എന്ന് പറയുന്നു, ഓർഗനൈസ് ചെയ്യണം എന്ന് പറയുന്നു, കമാൻഡ് ചെയ്യണം, കോർഡിനേറ്റ് ചെയ്യണം, കൺട്രോൾ ചെയ്യണം ആക്ടിവിറ്റീസ് അല്ലേ. അപ്പം എങ്ങനെയാണ് ഫോർകാസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഫോർസീ ചെയ്യുക. പ്ലാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗോൾ അറ്റൈൻ ചെയ്യാനുണ്ടാവും. ആ ഗോളിലേക്ക് എങ്ങനെ അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചൊരു പ്രോപ്പർ മാപ്പിംഗ് വേണം. പിന്നെ ഓർഗനൈസ് ചെയ്യണം. ഓർഗനൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്? അപ്പം ആ ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ, ആ ഗോളിലേക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റാഫ്, റിസോഴ്സസ് എല്ലാം അസൈൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതുപോലെ കമാൻഡ് ചെയ്യണം. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഡ്യൂട്ടീസ് കമാൻഡ് ചെയ്യുക അല്ലെ, അവർക്ക് വേണ്ടിയിട്ടുള്ള ഡ്യൂട്ടീസ് അസൈൻ ചെയ്ത് കൊടുക്കുക. പിന്നെ കോർഡിനേറ്റ് ചെയ്യണം. അവർ ചെയ്യുന്ന ആക്ടിവിറ്റീസ് പ്രോപ്പറായിട്ട് അല്ലേ, ഒരാൾ ഒരു ദിശയിലേക്ക് ചെയ്യുക, വേറൊരാൾ വേറൊരു കാര്യം ചെയ്യുക, അങ്ങനെയാണെങ്കിൽ സമയത്ത് ജോലി കഴിയുമോ? ഇല്ല. അപ്പോൾ അത് പ്രോപ്പറായിട്ട് കോർഡിനേറ്റ് ചെയ്യണം. പിന്നെ കൺട്രോൾ ചെയ്യണം. അപ്പോൾ അവർ ചെയ്യുന്ന ആക്ടിവിറ്റീസ് അല്ല, അവർ ചെയ്യുന്ന റിസൾട്ട് നമ്മുടെ ഗോളുമായിട്ട് കമ്പയർ ചെയ്തിട്ട് അതിൽ നിന്നും ഡീവിയേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെ, വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചെയ്യേണ്ടി വരും അല്ലേ. അതെങ്ങനെയാണ് അത് കറക്റ്റായിട്ട് ഗോളിലേക്ക് എത്തിക്കാൻ പറ്റുക, കറക്റ്റീവ് മെഷേഴ്സൊക്കെ എടുത്തിട്ട് അത് ഗോളിലേക്ക് എത്തിക്കും. അപ്പോൾ ഈ ഡെഫിനിഷൻ നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് മാനേജ്മെൻറ്റ് ഈസ് ടു ഫോർകാസ്റ്റ് അല്ലേ, ഫോർകാസ്റ്റ്, ടു പ്ലാൻ, മനസ്സിലേക്ക് വരുന്നുണ്ടോ? ടു പ്ലാൻ, ടു ഓർഗനൈസ്, ടു കമാൻഡ്, ടു കോർഡിനേറ്റ് ആൻഡ് കൺട്രോൾ ആക്ടിവിറ്റീസ് ഓഫ് അതേഴ്സ്. അതാണ് ഹെൻറി ഫയോൾ പറയുന്ന ഒരു ഡെഫിനിഷൻ. ഇനി നമുക്ക് അടുത്തൊരു ഡെഫിനിഷൻ നോക്കാം. മാനേജ്മെൻറ്റ് ഈസ് എ പ്രോസസ് whereby resources in term of people, finances, equipment and facilities are mobilized ideally in an efficient and effective manner to serve the purposes of an institution. ഇവിടെ എന്താ പറയുന്നത്? റിസോഴ്സസ് മൊബിലൈസ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? ആ മൊബിലൈസ് ചെയ്തിട്ട് അതൊരു എഫിഷ്യൻ്റ് അല്ലെങ്കിൽ എഫക്റ്റീവ് മാനറിൽ മൊബിലൈസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ പേർപ്പസ് അല്ലെങ്കിൽ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആക്കും അല്ലേ. അതായത് റിസോഴ്സസ് മൊബിലൈസ് ചെയ്യും അല്ലേ. എങ്ങനത്തെ റിസോഴ്സസ് ആണ്? പീപ്പിൾ ഉണ്ടാവും, മണി ഉണ്ടാവും, എക്യുപ്മെൻ്റ് ഉണ്ടാവും, ഫെസിലിറ്റീസ് ഉണ്ടാവും. ഇതിനെല്ലാം പ്രോപ്പറായിട്ട് നമ്മൾ ഉപയോഗിച്ച് അല്ലേ, അതിനാണ് പറയുന്നത് മൊബിലൈസ്ഡ്. പ്രോപ്പറായിട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്ത് മൊബിലൈസ് ചെയ്ത് കറക്റ്റായിട്ടുള്ള മെഷേഴ്സിലൂടെ നമുക്ക് എന്താണ് നമ്മളെ ഗോളിന് നമ്മൾ അച്ചീവ് ചെയ്യുന്നു. അതിനെയാണ് ഈ സെൻറ്റൻസിൽ പറയുന്നത്. മാനേജ്മെൻറ്റ് ഇസ് എ പ്രോസസ് whereby resources in term of people, finances, equipment, facilities are mobilized ideally in an efficient അല്ലേ, പ്രോപ്പറായിട്ട് എഫിഷ്യൻ്റ് ആൻഡ് എഫക്റ്റീവ് മാനർ to serve the purposes of an institution. Okay. Next one is resources. Resourcesനെ നമുക്ക് 5 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. മെൻ, മണി, മെറ്റീരിയൽ, മെഷീനറി ആൻഡ് മെത്തേഡ്. മെൻ എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് അല്ലെങ്കിൽ സ്റ്റാഫിനെയാണ്. മണി എന്ന് പറയുന്നത് ആ ഓർഗനൈസേഷനിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഫൈനാൻഷ്യൽ സപ്പോർട്ടിനെയാണ് മണി എന്ന് പറയുന്നത്. മെറ്റീരിയൽ എന്ന് പറയുന്നത് എല്ലാവിധ സാധനങ്ങളും മെറ്റീരിയലിൽ പെടും. അതായത് ഇപ്പം വുഡ്, സ്റ്റീല്, ഇപ്പോൾ പേപ്പർ, ഇങ്ക്, ഇങ്ങനത്തെ എല്ലാ സാധനങ്ങളും ആ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം മെറ്റീരിയൽസ് പെടും. മെഷീനറി എന്ന് പറയുന്നത് എല്ലാ തരത്തിലുള്ള മെഷീൻസിനെയാണ് പറയുന്നത്. ഇപ്പോൾ നമുക്കൊരു CT സ്കാൻ ചെയ്യണമെങ്കിൽ ആവശ്യമായിട്ടുള്ള മെഷീൻസൊക്കെ ഉണ്ട്. അതുപോലെയുള്ള എല്ലാ മെഷീൻസിനെയാണ് മെഷീനറി എന്നുള്ള വിഭാഗത്തിൽ പെടുന്നത്. പിന്നെ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഒരു പ്രോപ്പറായിട്ട് മാനേജ് ചെയ്തിട്ടുള്ള ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വാല്യുബിൾ റിസോഴ്സസ് ആണ്. അത് ഒരു ഓർഗനൈസേഷൻ്റെ ഓവറോൾ എഫക്റ്റീവ്നെസ്സിനെയും അതിൻ്റെ സക്സസ്സിനെയും അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് മെത്തേഡ് എന്ന് പറയുന്നത് ഒരു വലിയ റിസോഴ്സ് ആയിട്ട് തന്നെ നമ്മൾ പറയുന്നത്. അപ്പോൾ റിസോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെൻ, മണി, മെറ്റീരിയൽ, മെഷീനറി ആൻഡ് മെത്തേഡ്. ഓക്കെ, ഇനി പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. മെയിൻലി 4 പ്രിൻസിപ്പിൾസ് ആണുള്ളത്. ഫസ്റ്റ് വൺ യൂണിറ്റി ഓഫ് കമാൻഡ്, സെക്കൻഡ് സ്പാൻ ഓഫ് കൺട്രോൾ, തേർഡ് വൺ ഹോമോജീനിയസ് അസൈൻമെന്റ്, ഫോർത്ത് വൺ ഇസ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. അപ്പം 4 എണ്ണം ഉണ്ട്. ഏതൊക്കെയാണ്? യൂണിറ്റി ഓഫ് കമാൻഡ്, സ്പാൻ ഓഫ് കൺട്രോൾ, ഹോമോജീനിയസ് അസൈൻമെന്റ്, ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. ഇനി ഇതെല്ലാം നമുക്ക് എന്താണെന്ന് നോക്കാം. First one is unity of command. In this, each employee should report to and receive instructions from only one superior or boss. അതായത് ഒരു എംപ്ലോയി ഒരാളുടെ അടുത്ത് റിപ്പോർട്ട് ചെയ്താൽ മതി, ഒരു സുപ്പീരിയറോ അല്ലെങ്കിൽ ബോസിൻ്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്താൽ മതി എന്ന്. അതായത് ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളൊരു എംപ്ലോയി ആണെന്ന് വിചാരിക്കാം, നമ്മുടെ മുകളിൽ ഒരു 5-6 സുപ്പീരിയേഴ്സ് ഉണ്ടെന്ന് കരുതാം. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ എല്ലാ സുപ്പീരിയേഴ്സിനോടും നമ്മൾ ആൻസറബിൾ അല്ല. ഓക്കെ, അതായത് ഈ സുപ്പീരിയേഴ്സ് ഉണ്ട് എന്നുണ്ടെങ്കിലും ഒരാളുടെയും നമ്മൾ കമാൻഡ് സ്വീകരിച്ചാൽ മതി എന്നാണ് പറയുന്നത്. അതായത് കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പല പല കമാൻഡ്സ് വരും, പല ഇൻസ്ട്രക്ഷൻസ് വന്നു കഴിഞ്ഞാൽ അത് ഒരു പ്രോപ്പർ ഡയറക്ഷനിലേക്ക് ഇതിനെ നയിക്കില്ല എന്നുള്ളതുകൊണ്ടാണ്, വേറെ കൺഫ്യൂഷൻസ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്, യൂണിറ്റി ഓഫ് കമാൻഡ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് സ്പാൻ ഓഫ് കൺട്രോൾ. Span of control refers to the number of employees each manager in an organization is responsible for managing. അതായത് ഇപ്പോൾ ഒരു മാനേജർ ഉണ്ട്, മാനേജർ നോക്കുന്നത് ഒരു 5-6 എംപ്ലോയീസ് ആണെന്ന് വിചാരിച്ചു, 5-6 എംപ്ലോയീസ് ആണ്. ഓക്കെ, അപ്പൊ ആ മാനേജറിന്റെ സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത് ഒരു 6 എംപ്ലോയീസ് ആണ്. ഇപ്പോൾ ഒരു മാനേജറിന്റെ അണ്ടറിൽ ഒരു 10 എംപ്ലോയീസ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ ആ മാനേജറിന്റെ സ്പാൻ ഓഫ് കൺട്രോൾ കൂടുതലാണ്, അത്രയും എംപ്ലോയീസിന് ആ മാനേജറിന് മാനേജ് ചെയ്യാൻ പറ്റും. അതാണ് സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്. സ്പാൻ ഓഫ് കൺട്രോൾ റെഫേഴ്സ് ടു ദ നമ്പർ ഓഫ് എംപ്ലോയീസ് ഈച്ച് മാനേജർ ഇൻ ആൻ ഓർഗനൈസേഷൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ മാനേജിങ്. ഓക്കെ, തേർഡ് വൺ ഇസ് ഹോമോജീനിയസ് അസൈൻമെന്റ്. ഗ്രൂപ്പിംഗ് ഇൻഡിവിജ്വൽസ് ഓർ റിസോഴ്സസ് based on shared characteristics or functions, ensuring they perform similar tasks or operate within similar parameters. അതായത് ഇവിടെ പറയുന്നത് ഹോമോജീനസ് അസൈൻമെന്റ്, ഒരേപോലെയുള്ള ആൾക്കാരെ ഒരു ടാസ്കിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുക, റിസോഴ്സസും എല്ലാം അതുപോലെ തന്നെ സിമിലർ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള കാര്യങ്ങൾ ഉപയോഗിക്കുക എന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പം എടുത്തോളൂ ഒരു സർജറി ഡിപ്പാർട്ട്മെന്റ്. ആ ഡിപ്പാർട്ട്മെന്റിൽ ഡോക്ടേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്, നഴ്സസ് ഉണ്ട്, എല്ലാ ആൾക്കാരും ഉണ്ട്. അപ്പൊ അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാര് ഇപ്പൊ വേറെ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിൽ, ഇപ്പൊ ഒരു ഡെർമറ്റോളജി ഡിപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ, അതായത് സ്കിൻ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ, അപ്പൊ അവിടെയുള്ള ആൾക്കാരെ നമുക്ക് സർജറി ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുവന്നാൽ അവർക്ക് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമോ? അവർക്ക് സർജറിയെ കുറിച്ചൊന്നും പ്രത്യേകിച്ച് അറിയില്ലല്ലോ. അതിന് വേണ്ട ടൂൾസും എക്യുപ്മെന്റ്സും ഒന്നും അവരുടെ കയ്യിൽ ഉണ്ടാവില്ലല്ലോ, അല്ലെ? അപ്പം അതൊന്നും ഉപയോഗിക്കാനുള്ള സ്കില്ലൊന്നും അവർക്ക് ഉണ്ടാവില്ല. അതാണ് പറയുന്നത്. ഇപ്പൊ സർജറിയെ കുറിച്ച് ആണെന്നുണ്ടെങ്കിൽ സർജറി ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെല്ലാവരും അതിനെക്കുറിച്ച് നോളേജും സ്കില്ലും ഉള്ളവരായിരിക്കും. അപ്പൊ വേറെ ഒരു ഡിപ്പാർട്ട്മെന്റിലുള്ള ആൾക്കാർക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അതാണ് ഈ ഹോമോജീനസ് അസൈൻമെന്റ് എന്ന് പറയുന്നത്. അതായത് എങ്ങനെയാണ്? അപ്പം മനസ്സിലായാലും ഇതുമായിട്ട് കണക്ട് ചെയ്ത് നോക്കിയേ. അതായത് ഗ്രൂപ്പിംഗ് ഇൻഡിവിജ്വൽസ് ഓർ റിസോഴ്സസ് ബേസ്ഡ് ഓൺ ഷെയർഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓർ ഫങ്ഷൻസ്, ensuring they perform similar tasks or operate within similar parameters. Okay. The fourth one is delegation of authority. That is distribution of tasks along with corresponding decision-making responsibility to appropriate team member. അതായത് ഇവിടെ മാനേജർ എന്ത് ചെയ്യും? കുറച്ച് സ്പെസിഫിക് ടാസ്കും അതുപോലെ അതിൻ്റെ ഡിസിഷൻ മേക്കിംഗ് പവറും കൂടെ മാനേജറിന് സബോർഡിനേറ്റിനും കൊടുക്കും. അപ്പൊ എന്താ സംഭവിക്കുക? ആ സബോർഡിനേറ്റിന് ഇൻഡിപെൻഡന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും, അല്ലെ? അപ്പം പക്ഷെ മാനേജറിന് ഇതിന്റെ എല്ലാ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കും. അപ്പൊ മാനേജറിന് എന്താണ് കുറച്ചും കൂടി റിലീവ്ഡ് ആവും, കൂടുതൽ കാര്യങ്ങൾ അപ്പം ഹാൻഡിൽ ചെയ്യേണ്ടി വരില്ല. അപ്പം സ്ട്രാറ്റജിക് ഡിസിഷൻസ് എടുക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ മാനേജറിന് ശ്രദ്ധിച്ചാൽ മതിയാവും. ഓക്കെ, മനസ്സിലായോ? അതായത് ഇപ്പം മാനേജറിന് കുറെ ടാസ്ക് ഉണ്ടെന്ന് വിചാരിക്കുക.
ഈ കുറേ ടാസ്ക് പെർഫോം ചെയ്യണം. അപ്പൊ ഈ ടാസ്കുകൾ എല്ലാം കൂടെ മാനേജറിനെ കൊണ്ട് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അപ്പൊ മാനേജർ എന്ത് ചെയ്യും? മാനേജർ കുറെ ടാസ്കും അതിന്റെ ഡിസിഷൻ മേക്കിംഗ് പവറും ഡിസിഷൻ മേക്കിംഗ് പവറും കൂടെ എന്ത് ചെയ്യും? ഈ എംപ്ലോയിക്ക് കൊടുക്കും. കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? ആ എംപ്ലോയിക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. കാരണം എല്ലാ കാര്യങ്ങളും ചെന്നിട്ട് ഈ ഒരു ടാസ്ക് ഉണ്ട്, ഇതിന് ഇങ്ങനെ ചെയ്താൽ മതിയോ, അങ്ങനെയൊക്കെ പോയി ചെന്ന് മാനേജറിനോട് ചോദിക്കേണ്ട ആവശ്യം വരില്ല. സ്വന്തമായിട്ട് തന്നെ ഡിസിഷൻ എടുക്കാൻ പറ്റും. ഓക്കെ, പക്ഷെ എന്നിരുന്നാലും ഇതിന്റെയൊക്കെ ഓവറോൾ പവർ ആരുടെ കയ്യിലാണ്? ആ മാനേജറിന്റെ കയ്യിലാണ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാൻ പോകുന്നത് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ്. നമ്മൾ പ്രിൻസിപ്പിൾസ് നോക്കി, ഇനി ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് എന്താണെന്ന് നമ്മൾ നോക്കുകയാണ്. Post-scope refers to the core functions of administration, but in modern organizational theory, these are also considered fundamental functions of management. അല്ലേ? അപ്പൊ അതെന്താ പറയേണ്ടത്? പോസ്റ്റ്-സ്കോപ്പ് is functions of both administration and management. പോസ്റ്റ്-സ്കോപ്പിന് നമുക്ക് അഡ്മിനിസ്ട്രേഷന്റെ ഫംഗ്ഷൻസ് ആയിട്ടും പറയാം, മാനേജ്മെന്റിന്റെ ഫംഗ്ഷൻസ് ആയിട്ടും പറയാം. നമ്മൾ ബുക്കുകളിലൊക്കെ കാണുന്നുണ്ട് അല്ലെ, അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്ത് എഴുതി വെച്ചിട്ടുള്ള ഫംഗ്ഷൻസ് ആയിട്ട് എന്താണ് പോസ്റ്റ്-സ്കോപ്പ് എഴുതി വെച്ചിട്ടുണ്ട്. മാനേജ്മെന്റ് സ്ഥലത്ത് നമ്മൾ എഴുതി വെച്ചിട്ടുള്ള ഫംഗ്ഷൻസ് ആയിട്ട് പോസ്റ്റ്-സ്കോപ്പിന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഏതാ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആക്ച്വലി രണ്ടിന്റെയും ഫംഗ്ഷൻ ഒന്ന് തന്നെയാണ്. ഓക്കെ, ഈ അഡ്മിനിസ്ട്രേഷന്റെയും മാനേജ്മെന്റിന്റെയും ഫംഗ്ഷൻസ് പോസ്റ്റ്-സ്കോപ്പ് എന്ന് പറഞ്ഞു. അപ്പൊ അതെങ്ങനെയാണ് ഒരേപോലെ ആവുന്നത് എന്നുള്ളതാണ് ഒരു സിമ്പിൾ ആയിട്ട് ഒരു ഡയഗ്രത്തിലൂടെ റെപ്രസെന്റ് ചെയ്തേക്കാണ്. അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് അവരെന്താ ചെയ്യുന്നത്? പോളിസി അല്ലെങ്കിൽ ഡയറക്ഷൻ കൊടുക്കുകയാണ് അല്ലെ. ഏറ്റവും മുകളിലിരുന്ന അല്ലെങ്കിൽ ഹൈ അതോറിറ്റി, അപ്പർ അതോറിറ്റിയാണ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അതിന് തൊട്ട് താഴെ വരുന്ന കാര്യങ്ങളാണ് മാനേജ്മെന്റ് ചെയ്യുന്നത്. അതായത് ഈ ഇവർ കൊടുക്കുന്ന പോളിസി അല്ലെങ്കിൽ ഡയറക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുക അല്ലെ, ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് മാനേജ്മെന്റിന്റെ പരിപാടി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ പോസ്റ്റ്-സ്കോപ്പ് എന്ന് പറയുന്നത് ഇവരെ രണ്ടുപേരെയും ഫംഗ്ഷനായി വരുന്നത്. അതായത് അഡ്മിനിസ്ട്രേഷൻ സെറ്റ്സ് ഡയറക്ഷൻ, ഒരു ഡയറക്ഷൻ കൊടുക്കുന്നു. മാനേജ്മെന്റ് ഈ അഡ്മിനിസ്ട്രേഷൻകാർ കൊടുക്കുന്ന ഡയറക്ഷനെ എക്സിക്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലെ, ആ ഡയറക്ഷനെ എക്സിക്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പോസ്റ്റ്-സ്കോപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷൻസ് ഓപ്പറേറ്റ് വിത്തിൻ ദ എക്സിക്യൂഷൻ പ്രോസസ്. അത്രേ ഉള്ളൂ. ഇനി നമുക്ക് ഈ ലിസ്റ്റ് ഓഫ് ഫംഗ്ഷൻസ് ഏതൊക്കെയാന്ന് നോക്കാം. അതായത് എന്താണ് പോസ്റ്റ്-സ്കോപ്പ് ഏതൊക്കെയാണ് നോക്കാം. പോസ്റ്റ്-സ്കോപ്പിൽ വരുന്നത് പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കോർഡിനേറ്റിംഗ്, റിപ്പോർട്ടിംഗ് ആൻഡ് ബഡ്ജറ്റിംഗ്. ഓക്കെ, ഇതിനകത്ത് കൺട്രോളിങ്ങും വരും കേട്ടോ. അതായത് ഏതൊക്കെയാണ്? പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കോർഡിനേറ്റിംഗ്, കൺട്രോളിംഗ്, റിപ്പോർട്ടിംഗ് ആൻഡ് ബഡ്ജറ്റിംഗ്. അപ്പൊ ഇതൊക്കെയാണ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഇതിന്റെയൊക്കെ ചെറിയ എന്താണ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് മാത്രം നമുക്കിപ്പോൾ പഠിച്ചു പോവാം. കാരണം ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കുറച്ചും കൂടെ ഈ ചാപ്റ്ററിൽ തന്നെ നമുക്ക് ഡീൽ ചെയ്യാനുണ്ട്. ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്ലാനിങ്. അതായത് ഡിസൈഡിങ് വാട്ട് ഈസ് ടു ബി ഡൺ ആൻഡ് ഹൗ ഇറ്റ് ഈസ് ടു ബി ഡൺ. എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡിസിഷൻ വേണം അല്ലെ. ഗോൾ എന്താണ്, എന്തിലേക്കാണ് നമുക്ക് എത്തേണ്ടത് അല്ലെ, എന്നുള്ളൊരു ഡിസിഷൻ നമ്മൾ എടുക്കും. എന്നിട്ട് ഹൗ ഇറ്റ് ഈസ് ടു ബി ഡൺ, അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു മാപ്പിംഗ് നമ്മൾ ഉണ്ടാക്കും, ഒരു സ്ട്രക്ചർ നമ്മൾ ഉണ്ടാക്കും. ഇന്ന കാര്യങ്ങൾ ചെയ്ത് അല്ലെങ്കിൽ ഇന്ന പ്ലാനിലൂടെയാണ് ഈ ഗോളിലേക്ക് എത്തേണ്ടത് എന്നുള്ള ഫുൾ സ്റ്റെപ്പ് ഉണ്ടാക്കി വെക്കുന്ന പരിപാടിക്കാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തെന്ന് പറഞ്ഞാൽ ഓർഗനൈസിങ്. അതിനകത്ത് ഐഡന്റിഫിക്കേഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് ദ റിക്വയർഡ് ആക്ടിവിറ്റീസ്. എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് ഈ ഒരു ഗോള് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കും. എന്നിട്ട് ഈ കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇത്ര സമയത്തിനുള്ളിലാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പ്രോപ്പർ ആയിട്ട് ഷെഡ്യൂൾ ചെയ്യുക അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്ത് വെക്കുന്ന പരിപാടിക്കാണ് ഓർഗനൈസിങ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് സ്റ്റാഫിംഗ്. ദ പ്രോസസ് ഓഫ് അക്വയറിംഗ്, ഡെവലപ്പിംഗ് ആൻഡ് റീറ്റെയിനിങ് എ ക്വാളിഫൈഡ് വർക്ക് ഫോഴ്സ് ടു മീറ്റ് ആൻഡ് ഓർഗനൈസേഷൻ നീഡ്. ഇവിടെ എന്താ പറയുന്നത്? സ്റ്റാഫിംഗ് അല്ലെ. എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് സ്റ്റാഫിനെ റിക്രൂട്ട് ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് ഇതിനകത്ത് പറയുന്നത്. അതായത് പ്രോപ്പർ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ്, സ്കിൽഡ് ആയിട്ടുള്ള വർക്കേഴ്സ് വേണം, നോളേജ് ഉള്ള വർക്കേഴ്സിനെ വേണം. അപ്പൊ അത് നോക്കി എടുക്കണം. പിന്നെ അവരെ ഡെവലപ്പിംഗ് എന്ന് പറയുമ്പോൾ എന്ത് വരും? ട്രെയിനിങ് കൊടുക്കുന്നത് അല്ലെ, ഇതെല്ലാം വരും അതിനകത്ത്. എന്നിട്ട് അവരെ നമ്മുടെ ഒരു വർക്ക് ഫോഴ്സിലേക്ക് റീറ്റെയിൻ ചെയ്യണം അല്ലെ. അവര് വന്ന് ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ് പെട്ടെന്ന് പോയാൽ പറ്റുമോ, അല്ലെങ്കിൽ കുറച്ച് നാൾ വർക്ക് ചെയ്ത് പോയാൽ പറ്റുമോ? ഇല്ല. അവരെങ്ങനെ റിറ്റെയിൻ ചെയ്യാം, അപ്പം അവർക്ക് സാലറി, അവരുടെ ബാക്കി കാര്യങ്ങൾ അല്ലെ, എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് എങ്ങനെ സ്റ്റാഫിംഗ് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഈ സ്റ്റെപ്പിൽ പറയുന്നത്. Okay, the process of acquiring, developing and retaining a qualified workforce to meet an organizational needs. അല്ലെ, ഓർഗനൈസേഷണൽ നീഡ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വർക്ക് ഫോഴ്സിനെ എങ്ങനെ നമുക്ക് നിർത്താം അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് സ്റ്റാഫിംഗ് പറയുന്നത്.
Next one is directing. Influencing people's behavior through motivation, communication, group dynamics, leadership and discipline. അപ്പൊ ഇതിനകത്ത് എന്താ പറയുന്നത്? ഇൻഫ്ലുവൻസിങ് പീപ്പിൾസ് ബിഹേവിയർ. എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യാം? അതായത് ആൾക്കാരുടെ ഇൻഹറന്റ് ആയിട്ടുള്ള സ്വഭാവം ഡിഫറെന്റ് ആയിരിക്കും. പക്ഷെ നമ്മൾ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുമ്പോൾ ആ ഓർഗനൈസേഷന്റെ ഗോളിനെ മീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ സെറ്റപ്പിന് ചേരുന്ന രീതിയിലുള്ള ഒരു ബിഹേവിയറൽ പാറ്റേണിലേക്ക് ഈ എംപ്ലോയീസിനെ കൊണ്ടുവരണം അല്ലെ. എങ്ങനെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും ഇതൊക്കെ? അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള മോട്ടിവേഷൻ കൊടുക്കാം, അവർ കമ്മ്യൂണിക്കേഷൻ സ്കിൽ അവരുടെ ഇമ്പ്രൂവ് ചെയ്യാം, പിന്നെ ഗ്രൂപ്പ് ഡൈനാമിക്സ് അല്ലെ, വർക്ക് ചെയ്യുന്ന പാറ്റേൺ എങ്ങനെയാണ് എന്നുള്ളത് അവരെ ട്രെയിൻ ചെയ്യിക്കാം, പിന്നെ ലീഡർഷിപ്പ് അല്ലെ, പ്രോപ്പർ ലീഡർഷിപ്പിലൂടെ അവരെ മാറ്റിയെടുക്കാൻ പറ്റും, നമുക്ക് പ്രോപ്പർ കമാൻഡ്സ് കൊടുക്കാൻ പറ്റും. അതുപോലെ ഡിസിപ്ലിൻ, ഇപ്പൊ വർക്ക് ടൈമിന് വരുന്നത് അല്ലെ, അതുപോലെ ഡ്യൂട്ടീസ് ചെയ്യുന്നത് ഇന്ന സമയത്തിനുള്ളിൽ തീർക്കണം, അതുപോലുള്ള ഡിസിപ്ലിൻ എങ്ങനെയൊക്കെ ഫോളോ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ അവരെ പഠിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ നമുക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ ഒരു ഓർഗനൈസേഷനിൽ വേണ്ട രീതിയിൽ നമുക്ക് അവരെ മോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. അതാണ് ഡയറക്റ്റിംഗിൽ പറയുന്നത്. ഓക്കെ, ഇൻഫ്ലുവൻസിങ് പീപ്പിൾസ് ബിഹേവിയർ ത്രൂ മോട്ടിവേഷൻ, കമ്മ്യൂണിക്കേഷൻ, ഗ്രൂപ്പ് ഡൈനാമിക്സ്, ലീഡർഷിപ്പ് ആൻഡ് ഡിസിപ്ലിൻ. ഓക്കെ, ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കോർഡിനേറ്റിംഗ് എന്താണെന്നാണ്. അതായത് ദ പ്രോസസ് ഓഫ് ഇന്റഗ്രേറ്റിംഗ് ദ ആക്ടിവിറ്റീസ്, എഫേർട്സ് ആൻഡ് resources of different individuals, departments or teams within an organization to achieve common goals efficiently and effectively. അതായത് ഇപ്പോൾ ഒരു ഹോസ്പിറ്റൽ നമുക്ക് എടുക്കാം. അതിന്റെ ഓവറോൾ കാര്യം എന്താണ്? ഒരു ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ പല പല ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടാവും അല്ലെ. ചെറിയ ചെറിയ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടുള്ള വന്നിട്ടുള്ള പേഷ്യൻസ് ഉണ്ടാവും, വലിയ വലിയ ട്രീറ്റ്മെന്റിന് വേണ്ടി വന്നിട്ടുള്ള പേഷ്യൻസ് ഉണ്ടാവും, പലതരത്തിലുള്ള ആൾക്കാരുടെ വർക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെയും കൂടെ എഫേർട്ട് അപ്പം നമ്മൾ കളക്റ്റീവ്ലി എടുത്തിട്ട് ഓർഗനൈസേഷന്റെ ഓവറോൾ ഗോൾ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് എല്ലാം കൂടെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസിനെ പറയുന്നതാണ് കോർഡിനേറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് ചെറിയ ചെറിയ കോർഡിനേഷൻ ആക്ടിവിറ്റീസ് തൊട്ട് എല്ലാത്തിനെയും കൂടെ ഒരുമിച്ച് നമ്മൾ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് നമ്മുടെ ഓവറോൾ ഗോള് എന്ന് പറയുന്ന ഹെൽത്ത് കെയർ അല്ലെ, അപ്പൊ ഒരു ഹോസ്പിറ്റലിന്റെ ഹെൽത്ത് കെയറിനെ പ്രൊവൈഡ് ചെയ്യുന്നത്, അപ്പൊ അത് അച്ചീവ് ചെയ്യുക എന്നുള്ള ഗോളിലേക്ക് എത്തിക്കുന്ന പ്രോസസ്സിനെയാണ് കോർഡിനേറ്റിംഗ് എന്ന് പറയുന്നത്. അടുത്ത നമ്മൾ പറയാൻ പോകുന്ന റിപ്പോർട്ടിംഗ് ആണ്. അതിനു മുമ്പേ കൺട്രോളിംഗ് കൂടെ പറഞ്ഞേക്കാം. കൺട്രോളിംഗ് എന്ന് പറഞ്ഞൊരു ഒരു ആക്ടിവിറ്റി ഉണ്ട്. അതിനകത്ത് എന്താ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂസ്ലി നമ്മുടെ ഗോൾസ് ചെക്ക് ചെയ്യും. എന്തുമായിട്ട് ഈ എന്തെങ്കിലും കറക്റ്റീവ് ആക്ഷൻസ് നമുക്ക് എടുക്കേണ്ടതുണ്ടോ എന്നിപ്പോൾ നമ്മുടെ എംപ്ലോയീസ് ചെയ്തു വെച്ചേക്കുന്ന വർക്കുമായിട്ട് നമ്മൾ നോക്കും. എന്നിട്ട് എന്തെങ്കിലും വ്യത്യാസം വരുത്തണം എന്നുണ്ടെങ്കിൽ അതിനകത്ത് നമ്മുടെ പ്ലാൻ ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ ഒരു പ്രോപ്പർ ട്രാക്കിലേക്ക് നമ്മുടെ നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസിനെ നിലനിർത്തുക എന്നുള്ള ഒരു പരിപാടിയാണ് കൺട്രോളിങ്ങിൽ ചെയ്യുന്നത്. അതായത് വല്ല എറേഴ്സും ഉണ്ടോ എന്ന് നോക്കും നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസിൽ. എന്നിട്ട് അങ്ങനെ എറേഴ്സ് ഉണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യും. എന്നിട്ട് ഗോള് അച്ചീവ് ചെയ്യാനുള്ള ആ പ്രോസസ്സ് കുറച്ചുകൂടി എളുപ്പമാക്കി അല്ലെങ്കിൽ കുറച്ചും കൂടെ പ്രോപ്പർ വേയിൽ ആണോ ചെയ്യുന്നത്, എന്നിട്ട് പ്രോപ്പറായിട്ട് ഗോൾ അറ്റൈൻ ചെയ്യുക എന്നുള്ള ഒരു രീതിയിലേക്ക് ഫൈനൽ സ്റ്റെപ്പിലേക്ക് എത്തിക്കുക എന്നുള്ള പരിപാടിയാണ് കൺട്രോളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി നമുക്ക് റിപ്പോർട്ടിംഗ് എന്താണെന്ന് നോക്കാം. റിപ്പോർട്ടിംഗിൽ എന്താ പറയുന്നത്? ദ പ്രോസസ് ഓഫ് ഗ്യാതറിംഗ്, അനലൈസിംഗ് ആൻഡ് പ്രസന്റിംഗ് ബിസിനസ് ഇൻഫർമേഷൻ ടു മാനേജേഴ്സ് അറ്റ് വേരിയസ് ലെവൽസ് to help them make informed decisions and improve organizational performance. അതായത് ഇവിടെ എന്താ ചെയ്യുന്നത്? ഇപ്പം നമ്മുടെ ഡാറ്റ അല്ലെ, എല്ലാ കാര്യങ്ങളും അനലൈസ് ചെയ്തിട്ട് ഈ ഡാറ്റ എല്ലാം എന്ത് ചെയ്യണം? പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്യണം, ഗ്യാദർ ചെയ്യണം, അനലൈസ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യും? ഈ ബിസിനസ് ഇൻഫർമേഷൻ മാനേജ്മെന്റിലേക്ക് അല്ലെങ്കിൽ മാനേജേഴ്സിനടുത്ത് നമ്മൾ പ്രസന്റ് ചെയ്യും അല്ലെ. അപ്പൊ അവർക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഇതെല്ലാം നോക്കിയിട്ട് ഈ കാര്യങ്ങളെല്ലാം പ്രോപ്പർ ആയിട്ടാണോ നടക്കുന്നത് നോക്കിയിട്ട് ഓർഗനൈസേഷന്റെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ഇവരെ ഹെൽപ്പ് ചെയ്യും. ആക്ച്വലി ഇതും കൺട്രോളിങ്ങും ഒക്കെ ഏകദേശം ഒരുപോലെ തന്നെയാണ് കേട്ടോ ഇത് നടക്കുന്നത്. ഓക്കെ, ലാസ്റ്റ് സ്റ്റെപ്പ് ഇസ് ബഡ്ജറ്റിംഗ്. ദാറ്റ് ഇസ് ഡിസൈഡിങ് ഹൗ ടു സ്പെൻഡ് മണി ആൻഡ് വാട്ട് ടു പ്രയോറിറ്റൈസ് വിത്ത് യുവർ ഫൈനാൻസസ്. അപ്പൊ നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് ആവശ്യമായിട്ടുള്ള മണി അല്ലെ, അത് ഇപ്പൊ നമുക്കൊരു എമൗണ്ട് ഉണ്ടാവും, സ്പെസിഫിക് എമൗണ്ട് ഉണ്ടാവും. അത് എങ്ങനെ അതിനെ സ്പെൻഡ് ചെയ്യണം, എത്ര വീതം ഓരോ ആക്ടിവിറ്റീസിന് വേണ്ടി മാറ്റി വെക്കണം എന്നുള്ളതിന് പ്രയോറിറ്റൈസ് ചെയ്യുന്ന ഒരു കാര്യത്തിനാണ് ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഡിസൈഡിങ് ഹൗ ടു സ്പെൻഡ് മണി ആൻഡ് വാട്ട് ടു പ്രയോറിറ്റൈസ് വിത്ത് യുവർ ഫൈനാൻസസ്. ഓക്കെ,
Conclusion. A strong foundation in hospital administration is essential for any healthcare facility seeking to provide high quality care and achieve operational excellence. ഇപ്പോൾ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിൽ ഒരു നല്ല ഹൈ ക്വാളിറ്റി കെയർ അല്ലെ കൊടുക്കാൻ പറ്റുള്ളൂ. പ്രോപ്പർ ആയിട്ടുള്ള ഓപ്പറേഷനിലൂടെ അല്ലെ, അല്ലെങ്കിൽ ആ ഓപ്പറേഷന്റെ നല്ല അടിപൊളിയായിട്ട് ഫങ്ഷൻ ചെയ്യുന്ന രീതിയിൽ ഇത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അല്ലെ. By effectively managing resources, personnel, and operations, hospital administrators contribute significantly to patient well-being and overall success of the healthcare system. എങ്ങനെയാണ് ഈ അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ മാനേജേഴ്സ് ഇത് എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ടുള്ള ഒരു സക്സസിലേക്ക് ഒരു ഹെൽത്ത് കെയർ സിസ്റ്റത്തിന് എത്തിക്കുന്നത്? ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു പേഷ്യന്റ് വെൽബീയിങ് കൊണ്ടുവരണം അല്ലെ. അതിനെന്ത് ചെയ്യണം? ഇപ്പൊ റിസോഴ്സസ്, അതുപോലെ സ്റ്റാഫിനെ, അതുപോലെ മെത്തേഡ് അല്ലെ, അവർ ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് മെത്തേഡ് അല്ലെ, അഡ്മിനിസ്ട്രേറ്റേഴ്സ്, ഇതൊക്കെ പ്രോപ്പറായിട്ട് എങ്ങനെയാണ് ഇതെല്ലാം എഫക്റ്റീവായിട്ട് ഈ കാര്യങ്ങളെല്ലാം കൂടെ മാനേജ് ചെയ്യുന്നത് എന്നുള്ളതിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എങ്ങനെയാണ് ഒരു ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ ഓവറോൾ സക്സസ് എന്നുള്ളത് അല്ലെ. അപ്പം ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ വേണം എന്നുള്ളതാണ് പറയുന്നത് അല്ലെ. ഒരു പ്രോപ്പർ ഫൗണ്ടേഷൻ വേണം അല്ലെ. ഫസ്റ്റ് തന്നെ ഒരു പ്രോപ്പർ പ്ലാനിങ് വേണം. ആ ഒരു പ്ലാനിലാണ് എല്ലാം ഇരിക്കുന്നത് അല്ലെ. അപ്പൊ അതാണ് പറയുന്നത് ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഇസ് എസെൻഷ്യൽ ഫോർ എനി ഹെൽത്ത് കെയർ ഫെസിലിറ്റി സീക്കിംഗ് ടു പ്രൊവൈഡ് ഹൈ ക്വാളിറ്റി കെയർ ആൻഡ് അച്ചീവ് ഓപ്പറേഷണൽ എക്സലൻസ്. ഓക്കെ, നമുക്കിപ്പം ഈ മാനേജ്മെന്റ് പാർട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു അല്ലെ. അപ്പൊ ഈ പോസ്റ്റ് കോർബ് കുറച്ചും കൂടി എക്സ്പ്ലെയിൻഡ് ആയിട്ട് നമുക്ക് ഇനി നോക്കാനുണ്ട്. നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. അപ്പം ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. അപ്പൊ പെട്ടെന്ന് തന്നെ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാം. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമന്റിലൂടെ എന്നെ അറിയിക്കുക കേട്ടോ. പിന്നെ നമുക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കാണാം.